രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും വിശ്വാസം വർക്കൗട്ട് ചെയ്യും. ഇപ്പോൾ പ്രാർത്ഥനയാണ് ആദ്യ നിലവാരം. പ്രാർത്ഥനയാണ് നമ്മുടെ വിശ്വാസത്തെ ആവിഷ്കരിക്കുകയോ പ്രകടിപ്പിക്കുകയോ. വിശ്വാസത്തിൻ്റെ അകത്ത് പ്രാർത്ഥനയിൽ നമ്മൾ എന്താണ് ചെയ്യണത്, അതിൻ്റെ ടെക്നിക്കാലിറ്റി എന്താണ്? പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം പ്രകടിപ്പിക്കുകയാണ് ചെയ്യണത്. പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ് ചെയ്യണമെന്ന് നമ്മൾ ഓർക്കണം. ഇപ്പം നമ്മളിങ്ങനെ അവരെ ഇവിടെയൊക്കെ സംസാരിച്ചുകൊണ്ട് ചോറ് വാരി തിന്നുമ്പോൾ ആ ചോറ് തിന്നുന്നു, അതിൻ്റെ അകത്ത് മീനെടുത്ത് കഴിക്കുന്നു, ആ ക്യാബേജ് എടുത്ത് കഴിക്കുന്നു, നമ്മളിങ്ങനെ ഇട്ട് ചവക്കുന്നു. പക്ഷെ നമ്മൾ അറിയുന്നില്ല. നമ്മൾ ഫോണിൽ നമ്മൾ ആരോടെങ്കിലും കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും, വേറെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ നമ്മൾ ഈ കഴിക്കുന്നത് വ്യത്യസ്തമായ സംഭവങ്ങളാണെങ്കിലും അതിങ്ങനെ ചവച്ചാൽ താഴേക്ക് പോകുന്നല്ലാതെ ചോറാണോ പോകുന്നത്, ക്യാബേജാണോ പോകുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ. ഇതുപോലെ ഈ പ്രാർത്ഥനയ്ക്ക് അപകടം സംഭവിക്കും. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുന്നുവെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തില്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരം കേട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കണ പോലെ ഇരിക്കും. എന്താണ്, എന്തൊക്കെയാണ് കഴിക്കണത്, എന്തൊക്കെ കഴിച്ചു കൂട്ടി, അത്രയേ ഉള്ളൂ. അറിഞ്ഞില്ല എന്തൊക്കെയാണ് കഴിച്ചതെന്ന്. അത് ഞാൻ കഴിച്ചാ, ഇത് ഞാൻ കഴിച്ചാ, ഇതുണ്ടായിരുന്ന ഇവിടെ നിന്ന് പിന്നീട് കഴിച്ച് കഴിയുമ്പോൾ കൈ കഴുകിക്കുമ്പോഴാണ് നമ്മൾ മേശപ്പുറത്തോട് നോക്കണത്. അപ്പോൾ നമ്മൾ കഴിച്ച് കഴിഞ്ഞിരിക്കും, ഒന്നും അറിഞ്ഞില്ല. പല പ്രാർത്ഥനകൾക്ക് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്നവൻ എന്ത് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയുന്നില്ല, ആരോട് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയുന്നില്ല, എന്ത് വിശ്വാസത്തിലാണ് പ്രാർത്ഥിക്കണമെന്ന് അറിയുന്നില്ല. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ. അപ്പൊ ഈ വിശ്വാസം ആവിഷ്കരിക്കണത് അല്ലെങ്കിൽ വിശ്വാസം നമ്മൾ പ്രകടിപ്പിക്കുന്നത് അതിൻ്റെ പ്രഥമ രൂപം മാത്രമാണ് പ്രാർത്ഥന. അതിൻ്റെ സങ്കീർണ രൂപം പ്രവർത്തനമാണ്. വിശ്വാസത്തിൻ്റെ ആവിഷ്കാരത്തിൻ്റെ പ്രഥമ രൂപമാണ് പ്രാർത്ഥന. നമ്മളൊരു 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഇത് വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമ രൂപം എന്ന് പറയത്തില്ലേ. വിദ്യാഭ്യാസത്തിൻ്റെ പ്രഥമ രൂപം കുറച്ച് കണക്ക് കൂട്ടി എഴുതാൻ പഠിക്കും അല്ലേ, കുറച്ച് ഇംഗ്ലീഷ് കൂട്ടി 2, 4 അക്ഷരം 5 അക്ഷരം ഒരു വാക്കായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപമാണ് പ്രാർത്ഥന, അതിൻ്റെ പൂർണ്ണ രൂപമല്ല. വിശ്വാസത്തിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയണത് വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപമാണ് പലരും ചെയ്യണത്. അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഗതി പിടിക്കാതെ കിടക്കണതിൻ്റെ കാരണം അതാണ്. വിശ്വാസത്തിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ പ്രഖ്യാപനമുണ്ട്, പിന്നെന്താണ്, പ്രയോഗമുണ്ട്. പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ എപ്പോഴും ഞാൻ ഇടയ്ക്ക് പറയുന്നത് ചില ഉടമ്പടി ധ്യാനം കൂടുന്നവർ ഏത് പാർട്ട് കൂടിയിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ. ഉടമ്പടി ധ്യാനം 10,000 1000 ഉണ്ട്. ഇപ്പോഴ് 1000 ഉടമ്പടി ധ്യാനങ്ങളുണ്ട് യൂട്യൂബിൽ. അതിൽ ഏതാണ് നിങ്ങൾ കൂടിയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഞാനെപ്പോഴും ചെയ്യണമെന്ന് വെച്ചാൽ പഴയത് ഞാൻ ആവർത്തിക്കും, പിന്നെ ആവർത്തിക്കും. എന്താ ആവർത്തിക്കണത്? നിങ്ങൾക്ക് പുതിയ ആൾക്കാർക്ക്, പുതിയ തലമുറയല്ലേ നിങ്ങൾ, ഉടമ്പടിയുടെ ഓരോ ദിവസവും ഓരോ ഇപ്പോൾ ഇന്നലെ 500 പേര് പുതിയതായിട്ട് ഉടമ്പടി എടുത്തു. ഇന്നലെ ഒറ്റ ദിവസം 500 പേര് ഉടമ്പടി എടുത്തു. അപ്പോൾ പുതിയ തലമുറയാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവർക്ക് പുതിയ ആൾക്കാർക്ക് പഴയ കാര്യങ്ങൾ അറിയത്തില്ല പലർക്കും. അപ്പോൾ പുതിയ ആൾക്കാർക്ക് പഴയ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ധ്യാനം കൂടുമ്പോഴല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. പറയാൻ പറ്റുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപമാണ് പ്രാർത്ഥന. അപ്പോൾ വെച്ചാൽ നമ്മുടെ ഒരു 4ാം ക്ലാസ് പഠിപ്പാണ് ഉള്ളത്. അതിൻ്റെ അത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യണമെങ്കിൽ ആത്മീയ വിദ്യാലയത്തിൽ നിങ്ങൾ 4ാം ക്ലാസ്സുകാരെത്തിയാണ്, അത്രേ ഉള്ളൂ. ഇപ്പം പഠിയിട്ടില്ലേ ഏത് ക്ലാസ്സിലാണ് ഇരിക്കണമെന്ന് മനസ്സിലായില്ലേ? ഏത് ക്ലാസ്സിലാണ് ഇരിക്കണമെന്ന് മനസ്സിലായില്ലേ? നിങ്ങൾ പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യണമെങ്കിൽ വിശ്വാസത്തിൻ്റെ പ്രഥമ രൂപം മാത്രമാണ് പ്രാർത്ഥന. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണത്? നിങ്ങൾ വിശ്വാസത്തിൻ്റെ സാക്ഷരതയിൽ 4ാം ക്ലാസ്സിലാണ്. 4ാം ക്ലാസ്സുകാർക്ക് 4ാം ക്ലാസ്സുകാരുടെ പണി കിട്ടും, അത്രേ ഉള്ളൂ. വലിയ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം 4ാം ക്ലാസ് നിങ്ങൾ പ്രാർത്ഥന മാത്രമാണെന്നുണ്ടെങ്കിൽ അതൊരു 4ാം ക്ലാസ്സുകാരത്തിയാണ്. 4ാം ക്ലാസ്സുകാരനാണെങ്കിൽ നിങ്ങളുടെ ആ കാര്യം മാത്രം ചെയ്താൽ മതി. ആ ഒരു സ്കെയില് മാത്രമുള്ള റെമ്യൂണറേഷനൊക്കെ കിട്ടത്തുള്ളൂ നമുക്ക്. അപ്പം ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാകണം. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരണം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹെബ്രായർ 6:1. ഹെബ്രായർ 6:1. അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള തിരിച്ചുവരവാണ്. എന്താണ് നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള നിർജീവ പ്രവർത്തി എന്ന് പറയുന്നത് ജീവൻ പ്രവർത്തികളെ ദൈവം വിശ്വാസം ഇങ്ങനെ പ്രവർത്തികളാൽ സാധൂകരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രവർത്തികളെ ദൈവം പിന്നെയും തിരിക്കുകയാണ്. എന്താ കാര്യം? ജീവനുള്ള പ്രവൃത്തിയും ജീവനില്ലാത്ത പ്രവൃത്തിയും. എന്നുവെച്ചാൽ കൃപ നമുക്ക് നൽകുന്ന പ്രവൃത്തിയുണ്ട്. കൃപയും ജീവനും ഒരേ അർത്ഥമാണ് ബൈബിളിലുള്ളത്. ഈശോ പറയും, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥമാണ്. 10:10 അങ്ങനെ പറയും. യോഹന്നാന്റെ 10:10 എന്താ പറയണത്? ഒന്ന് പറഞ്ഞ്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. അപ്പോൾ അവിടെ ജീവൻ എന്ന് പറയുന്നത് ആ ജീവൻ തന്നെയാണ് നമ്മൾ യോഹന്നാൻ 1:16 പറയണത്. എന്താ പറയണത്? തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം പറഞ്ഞേ, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ. അപ്പൊ ഈ കൃപയ്ക്ക് മേൽ കൃപ നൽകിയിരിക്കുന്ന പറയുന്ന കൃപയ്ക്ക് മേൽ യോഹന്നാൻ 1:16 കൃപയ്ക്ക് മേൽ കൃപയും യോഹന്നാൻ 10:10 ജീവനുണ്ടാകാനും സമർത്ഥമായി ഉണ്ടാകാൻ ജീവൻ സമൃദ്ധിയും മേൽകൃപയും സമർത്ഥമായ ജീവനും ഒരേ വാക്ക് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ്? കൃപയാണ്, ദൈവികമായ ശക്തിയാണ്. നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന ശക്തി ചിലപ്പോൾ സിംഗിൾ ഫേസ് ആയിരിക്കും. അപ്പോൾ സിംഗിൾ ഫേസ് ആണെങ്കിൽ ഒരു മൈക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ സമർത്ഥമായ ജീവനെന്ന് പറയുമ്പോൾ 3 ഫേസ് ആയിട്ടുള്ള പവറാണ് വരണമെന്നുണ്ടെങ്കിൽ ഹെവി ഡ്യൂട്ടി എടുക്കും. വലിയ കാര്യങ്ങൾ, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. വലിയ കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ 14:12 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. അപ്പോഴ് പിതാവിന്റെ അടുത്ത് പോവുകയും പിന്നെന്താ സംഭവിക്കണത്? പിതാവിൻ്റെ അടുത്ത് പോകുന്നതെന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഇംപ്ലിക്കേഷൻസ് ഉണ്ട് ഒത്തിരി. പിതാവിൻ്റെ അടുത്ത് പോവുകയും എന്താണ് ആ വചനം ഒന്ന് വായിച്ച്. യോഹന്നാൻ 4:14-12 ഒന്ന് വായിച്ച്. ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് പറഞ്ഞേ, ഞാൻ പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. അപ്പം ഞാൻ പിതാവിൻ്റെ അടുത്ത് പോകുന്നത് കൊണ്ട് എന്ത് പറ്റി? ഇതിനേക്കാൾ വലിയവയും അവൻ ചെയ്യും. അപ്പോൾ വലിയ കാര്യങ്ങൾ കണ്ട വലിയ കാര്യം. അപ്പോൾ ദൈവം തന്നെ കാര്യങ്ങൾ എത്ര എടുത്തിരിക്കുന്നു? ചെറിയ കാര്യങ്ങളുണ്ട്, പിന്നെന്താണ്? വലിയ കാര്യങ്ങളുണ്ട്.